പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ആശീർവാദ് സിനിമാസിന്റെ പുതിയ ടൈറ്റിൽ കാർഡ് ഇപ്പോൾ എമ്പുരാന്റെ കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആദ്യ ദിവസങ്ങളിൽ സിനിമ കണ്ട ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി അങ്ങോട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് ആ ഒരു സാധനം കൂടെ കാണാൻ പറ്റും. നിങ്ങളൊരു മോഹൻലാൽ ഫാൻ കൂടി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മോനെ അപ്പോൾ എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എമ്പുരാന്റെ റിലീസോട് കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് തിയേറ്ററുകളിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഏറ്റവും പേര് കേട്ട തിയേറ്റർ തൃശ്ശൂർ രാഗം തിയേറ്ററിലും വലിയ വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ചാനലിൽ ഒരു 1-2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആ ഒരു തിയേറ്ററിൽ പോയ സമയത്ത് അവിടുത്തെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉണ്ടായ മോശം അനുഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മോശം അനുഭവങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലോ സൗണ്ടിൻ്റെ കാര്യത്തിലോ ഒന്നുമല്ല. ഒരു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഡബിൾ ലെയർ സ്പീക്കേഴ്സ് ഒക്കെ വെച്ച് അവർ അത്യാവശ്യം സൗണ്ട് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബാൽക്കണിയിൽ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റുമാണ്. പിന്നെ ടിക്കറ്റ് റേറ്റ് ആ സമയത്ത് നമുക്ക് 100ഉം 125ഉം ആയിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നത്, അതും 25 രൂപ കൊണ്ടാണ് എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളത്. അതൊന്നും അല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 700-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്ററാണ് തൃശ്ശൂർ രാഗം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവിടെ നമ്മൾ സിനിമ കണ്ടിട്ട് ചെല്ലുവാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓരോ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴും അവിടുത്തെ തിക്കും തിരക്കും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അന്ന് നമ്മളത് പറഞ്ഞ സമയത്ത് കുറേ രാഗം ഫാൻസും കുറേ ചേട്ടന്മാരും ഒക്കെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ നീ പോയി അങ്ങനെ ടിക്കറ്റ് എടുത്താൽ മതിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം കമൻറ്റ് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ തിയേറ്ററുകാർക്ക് അത് മനസ്സിലായി അത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള കൺസേൺ ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെൻഡിങ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ആ മെഷീനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാവുന്നൊരു സംവിധാനം. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്, അവിടെയും ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, എന്നിരുന്നാൽ പോലും അവർ അത്രയെങ്കിലും ചെയ്തല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ച് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പോഴും രാഗം തിയേറ്റർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ലേറ്റസ്റ്റ് ആയിട്ട് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇപ്പോഴും എൻ്റെ അറിവിൽ ആ ഒരു വെൻഡിങ് മെഷീൻ തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അതിന് ഒരു എന്താ പറയുക, 50-60% ഒക്കെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 11 മണിയുടെ ഷോ, അപ്പം നമ്മളൊരു 10:50 നമ്മുടെ വണ്ടിയായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ, കാറൊക്കെ ആണെങ്കിൽ തീർന്ന് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിന് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പോൾ മുമ്പത്തെ ഷോയ്ക്ക് കയറിയിട്ടുള്ള ആൾക്കാർ ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് കാര്യമായാൽ മാത്രമേ നമ്മളെ ആ തിയേറ്ററിനകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ആ ഒരു വണ്ടിയായിട്ട് ആ ഒരു തിയേറ്ററിന് മുൻപിൽ നിൽക്കണം. നിങ്ങൾക്കറിയാമല്ലോ, മെയിൻ റൗണ്ടാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് നന്നായിട്ട് അങ്ങോട്ട് പെട്ടി അടിച്ചിട്ട് അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ അതിനും കൂടെ എക്സ്ട്രാ പൈസ അതും കൂടെ നമ്മൾ കരുതണം പൈസ. അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നു. പിന്നെ പാർക്കിങ്ങിൽ ഇത്രയും അധികം ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആകുമ്പോൾ അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസും അവിടെ വേണം. അപ്പോൾ ഈ 2 കാര്യത്തിലും നമ്മുടെ രാഗം തിയേറ്ററിൽ നമ്മൾ അന്ന് പോയ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നമുക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇങ്ങനെയൊക്കെയാണ്. എന്താണെന്നറിയില്ല, ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളും, അതെന്താണെന്നറിയില്ല. ഓക്കെ, എനിവേ, അപ്പോൾ അതിനും ഫൈനലി ഇത്രയും കാലമായി, എനിക്കൊന്നും ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ 1-2 വർഷമായി. എന്തായാലും ഇപ്പോൾ അതിനൊരു പരിഹാരം രാഗം തിയേറ്ററുകാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ ഒഫീഷ്യൽ പേജിൽ അവർ ഇട്ടിട്ടുണ്ട്. അതായത് കുറുപ്പം റോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലത്ത് വിശാലമായ കാർ പാർക്കിംഗ്
സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഏപ്രിൽ 1 അതുകൊണ്ട് ഇവർ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കുമോ? ഏയ് അല്ലായിരിക്കും അല്ലേ? ആ അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇനി അങ്ങോട്ട് ഈ ഒരു കുറുപ്പൻ റോഡിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഒരു പൈസ പോലും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ അതിനും ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. എന്തായാലും തൊണ്ട പൊട്ടിച്ചരച്ചതിന് ഒരു ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് കമന്റ് ചെയ്ത ചേട്ടന്മാർ ആരെങ്കിലും ഇവിടെങ്ങാനും കൊണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണല്ലോ ഓരോരുത്തർക്കൊക്കെ പ്രശ്നം. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മികച്ച തിയേറ്ററുകൾ, ഈ മികച്ച തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് സ്പെക്കിന്റെ കാര്യത്തിലാണ്. പ്രൊജക്ഷന്റെ സ്പെക്ക്, അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ രാഗം തിയേറ്റർ ഇതുവരെ വളരെയധികം പുറകിലാണ്. കാര്യം അവിടെ ഉപയോഗിക്കുന്ന ഒരു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഡോൾബിയുടെ ചാനൽ നോക്കുകയാണെങ്കിൽ തന്നെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ സ്പെക്കൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകിലേക്കാണ്. പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന തിയേറ്ററുകളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് രാഗം തന്നെയാണ്. അപ്പോൾ ഈ സ്പെക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ ഏരീസും രേവതി പോലുള്ള തിയേറ്ററുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഇതുവരെയായിട്ടും രാഗം വന്നിട്ടില്ലായിരുന്നു. എന്തായാലും എമ്പുരാനോട് കൂടിയിട്ട് അതിനും ഒരു മാറ്റം അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് അടിമുടി അങ്ങോട്ട് തിയേറ്റർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ 4K RGB ലേസർ പ്രൊജക്ടറാണ്. കൃത്യം മോഡൽ പറയുകയാണെങ്കിൽ 4435 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 89 ഫീറ്റ് വരെ വൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഒരു 35,000 ലൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു കിടിലം സാധനം തന്നെയാണ് ഇപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ രാഗത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. പിന്നെ സ്ക്രീനും അവർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലേസർ പ്രൊജക്ടറിന് അനുയോജ്യമായിട്ട് നമ്മൾ ഹാക്നെസിൻ്റെ ഹൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റിയുടെ 4435 എന്ന് പറഞ്ഞ പ്രൊജക്ടറും ഈ ഒരു ഹൂഗോ സ്ക്രീനും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷൻ വേറെ ലെവൽ കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ താഴത്തെ സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മുമ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു നോർമൽ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും മാറ്റി കിടിലം സീറ്റിലേക്ക് രാഗം തിയേറ്റർ മാറിയിട്ടുണ്ട്. അപ്പോൾ സീറ്റേഴ്സ്, അതുപോലെ തന്നെ സ്ക്രീന്, പ്രൊജക്ടർ, ഈ 3 കാര്യങ്ങളിലും, അതുപോലെ പാർക്കിംഗ്, ഈ കാര്യങ്ങൾ, പിന്നെ ടിക്കറ്റും കൂടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. മറ്റേ ആ വെൻഡിങ് മെഷീൻ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രാഗം അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഒരു വലിയ 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 കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങി നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിലാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ തിയേറ്ററുകളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കൺസേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ രാഗം തിയേറ്റർ ഉൾപ്പെടെ ഏരീസ് പ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ഉന്നയിച്ച പല കാര്യങ്ങളും ഇപ്പോൾ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്നും ഈ തിയേറ്ററുകളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ പുതിയൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് നമ്മൾ ഇപ്പോൾ ഏരീസ് ഫ്ലെക്സിൻ്റെ ആണെങ്കിൽ പോലും വിമർശിച്ച സമയത്ത് അവിടെയും ഫാൻസുകാരുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ട്രിവാൻഡ്രംകാരാണ് കയറി അങ്ങോട്ട് ഉടുത്തി കളയും. അപ്പോൾ അങ്ങനെ കുറേ അധികം കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഉടനെ അങ്ങ് മാറ്റി എന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തായാലും അവരൊരു വില കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയും കേരളത്തിലെ ഒരുപാട് തിയേറ്ററുകളിൽ പോയിട്ട് ഇതുപോലെ അങ്ങോട്ട് വിമർശിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലോ അല്ലേ.